പരിശുദ്ധ ഖുർആനിലെ രണ്ടായത്തുകൾ, വളരെ പവർഫുള്ളായി രണ്ടായത്തുകൾ നിങ്ങൾ ഓതിയിട്ട് റബ്ബിനോട് എന്തു ചോദിച്ചാലും ശരവേഗത്തിൽ ആ സംഗതി പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നതായി കാണാം. മഹത്തായ രണ്ടായത്തുകൾ നിശ്ചിത എണ്ണം ഓതിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാകട്ടെ അത് റബ്ബിനോട് പറഞ്ഞാൽ നമ്മൾ നടക്കൂല എന്ന് വിചാരിച്ച സംഗതിയാണെങ്കിൽ പോലും അത് നടന്നു കിട്ടുമെന്ന് മഹാന്മാരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ രണ്ടായത്തുകൾ എന്നും അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നും എത്ര എണ്ണമാണ് ഓതേണ്ടത് എന്നും വിശദമായി നമുക്കൊന്ന് കേൾക്കാം. മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളുള്ളവരുണ്ട്, അവർക്ക് വലിയ സഹായമായി തീരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലഹമ്മ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. ഒന്നുപോയ മുഴുവൻ വീഴ്ചകളും പാകപ്പിഴവുകളും അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പവിത്രവും പരിപാവനവുമായ പരിശുദ്ധ റമളാന്റെ രാത്രികളും പകലുകളും നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവെ വേണ്ടുവോളം മുതലാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നോമ്പുകൾ കൃത്യമായി നോറ്റുവീട്ടാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകൾ ചൊല്ലാൻ, തറാവീഹ് നിസ്കരിക്കാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരിൽ അധികവും കടബാധ്യതരാണ്, അധികവും രോഗികളാണ്, അധികവും മക്കളില്ലാത്തവരാണ്, അധികവും വിവാഹം ശരിയാകാത്തവരാണ്, മറ്റു പ്രയാസങ്ങളുള്ളവരാണ്, വീടില്ലാത്തവരാണ്, വീട് പണി നടന്നത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാതെ വിഷമിക്കുന്നവരാണ്, ഖൈറായ ജോലിയില്ലാത്തവരാണ്, തുടങ്ങി നമുക്കറിയുന്നതും അറിയാത്തതുമായ പ്രയാസങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ പല വിഷമങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഈ ദിനരാത്രങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കടബാധ്യത തീർത്തു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ഇറക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ഈ പറയപ്പെട്ട ആവശ്യങ്ങൾ, ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവരായിരിക്കും നമ്മൾ, അല്ലേ? പലരും വിഷമിക്കുന്നത് കടബാധ്യത കൊണ്ടായിരിക്കാം. ലോൺ എടുത്തിട്ട് കുടുങ്ങിയവരുണ്ട്, പലിശയ്ക്ക് എടുത്തിട്ട് കുടുങ്ങിയവരുണ്ട്, അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിക്കാനായവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യം കൊണ്ട് വിഷമിക്കുന്നവരായിരിക്കാം. ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ വിശുദ്ധ ഖുർആനിലെ രണ്ടായത്തുകൾ, വളരെ പവർഫുള്ളായ രണ്ടായത്തുകൾ, നമ്മൾ സ്ഥിരമായി കേട്ടിട്ടുള്ള ആയത്തുകളാണ്. രണ്ട് ദുആകളാണ്. ഈ ദുആ ചൊല്ലിയിട്ട്, നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അത് ദുനിയാവിന്റെ ആവശ്യമാകട്ടെ ആഖിറത്തിന്റെ ആവശ്യമാകട്ടെ, എന്ത് ചോദിച്ചാലും ശരവേഗത്തിൽ, വളരെ പെട്ടെന്ന്, മിന്നൽ വേഗത്തിൽ അത് നടന്നു കിട്ടുമെന്ന് മഹാന്മാര് പറയാണ്. കൽ ബർഖി എന്ന പറഞ്ഞ മിന്നൽ പോലെ നടന്നു കിട്ടും. അതായത് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും, അതിന് താമസം ഉണ്ടാവൂല. നടക്കൂല എന്ന് വിചാരിച്ച സംഗതിയാണെങ്കിൽ പോലും ആ വിഷയം വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായ രണ്ട് ദുആ. നമ്മൾ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വിചാരിക്കും, റബ്ബേ, ഇത് സ്ഥിരമായി കേൾക്കുന്ന ദുആയാണല്ലോ, ഇതിനിങ്ങനെയൊക്കെ പവർ ഉണ്ടായിരുന്നു, ഇതിനിങ്ങനെയൊക്കെ മഹത്വം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കാത്ത പല മഹത്വങ്ങളും അത്ഭുതങ്ങളുമുള്ള അദ്കാറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മളത് കാണാൻ കണ്ണു തുറന്നു നോക്കണില്ല എന്ന് മാത്രം. അല്ലാഹു, ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ തീർത്തു തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരായത്തുണ്ട്, റബ്ബന എന്ന് തുടങ്ങുന്ന ആയത്ത്. റബ്ബന എന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, മനസ്സിലേക്ക് തോന്നുന്ന ഒരായത്താണെന്ത്? റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലേ? നമുക്കറിയുന്ന ആയത്തല്ലേ, നമുക്കറിയുന്ന ദുആയല്ലേ? തീർച്ചയായിട്ടും ഈ ദുആഇന് വലിയ പവറുണ്ട്. നമ്മുടെ ഏത് വിഷയവും നടന്നു കിട്ടാൻ, എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും നടന്നു കിട്ടാൻ ഈ ദുആഇന് കപ്പാസിറ്റി ഉണ്ട്, പവറുണ്ട്. മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ മഹത്തായ ദുആഇന്, വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയ മഹത്തായ ദുആഇന് പവറുണ്ട്. എല്ലാ നിസ്കാരശേഷവും 13 തവണ മുടങ്ങാതെ ഈ ദുആ പതിവാക്കുന്നവരാണ് എങ്കിൽ അവരെന്തെങ്കിലും കാര്യം റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദുആഇനെ തട്ടപ്പെടൂല, അത് പെട്ടെന്ന് തന്നെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്.
പെട്ടെന്ന് തന്നെ അള്ളാഹു പൂർത്തിയായി. സ്ഥിരമായി കൊണ്ടു നടക്കണം, പതിവാക്കണം. ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇപ്പോ ഇന്ന് ദുഹറിന് ഒരാൾ ഇരുന്നിട്ട് ഇതും കൊണ്ട് ചൊല്ലിയിട്ട് അള്ളാഹു എന്റെ ഖൈറായ ഒരു ജോലി നൽകണേ അള്ളാഹ്, അയാൾ കുറെ നോക്കിയിട്ട് ജോലി കിട്ടണില്ല, അപ്പൊ ഈ ദുആ ശരിയല്ല എന്നല്ല പറയേണ്ടത്. മറിച്ച് പതിവായി കൊണ്ടു നടക്കുന്നവരാണ് അള്ളാഹു പരിഗണിക്കുക, ദായിമായി ചെയ്യുന്ന ഇബാദത്തുകളെയാണ് അള്ളാഹു പരിഗണിക്കുക. ഇന്നു മുതൽ ഞാൻ മുടങ്ങാതെ ഇത് ചെയ്യും. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു, ചൊല്ലി, ചിലപ്പോൾ ആ ആദ്യത്തെ ചൊല്ലലിൽ തന്നെ അള്ളാഹു അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുത്തേക്കാം. അവന്റെ ഖൽബിന്റെ നിയ്യത്ത് നോക്കിയിട്ടാണ് അള്ളാഹു പരിഗണിക്കുക. നമ്മൾ ഈ ദുആ ഇറക്കുന്ന സമയത്ത് റബ്ബന, എന്റെ രക്ഷിതാവേ, അള്ളാഹുവേ, അള്ളാഹുവിനാണല്ലോ വിളിക്കുന്നത്. ഇതിന്റെ ആശയം അങ്ങനെയാണ് വരുന്നത്. റബ്ബന ആത്തിന, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. എന്താണ് ഇനി നൽകേണ്ടത് ചോദിക്കുകയാണ്. ഫിദ് ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് നീ നൽകണം അല്ലാഹ്. ആ ഹസനത്ത് എന്താകാം? എനിക്ക് ഖൈറായ ഒരു ജോലിയില്ല, നീ നല്ല ജോലി നൽകണേ അല്ലാഹ്. അല്ലെ ജോലിയുണ്ട്, അതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീടില്ല, ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീട് പണി നടക്കുന്നുണ്ട്, നീ അത് പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. മക്കളില്ല റബ്ബേ, മക്കളെ നൽകണേ അല്ലാഹ്. ഖൈറായ കുടുംബജീവിതം നൽകണേ അല്ലാഹ്. റബ്ബേ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ വല്ലാതെ രോഗങ്ങൾ പിടിപെടുന്നുണ്ട് റബ്ബേ, ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണം. ഇങ്ങനെ തുടങ്ങി എന്താണോ ദുനിയാവിന്റെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളാണ് ഈ എണ്ണി എണ്ണി പറയുന്നത്. ഇങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഇത് നീ നൽകണേ അല്ലാഹ്. ഖൽബിൽ നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെ ഈ ദുആ ഇറക്കുന്ന, ദുആ ചെയ്യുന്ന റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന, ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഖൽബിൽ വേണ്ടത് എന്താണോ ആവശ്യം, രോഗം മാറലാണോ, രോഗം മാറാൻ വേണ്ടിയിട്ട് ഖൽബിൽ കരുതണം, അല്ലാഹു എന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലെങ്കിൽ വീടാണോ കിട്ടേണ്ടത്, റബ്ബേ എനിക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. അല്ലെങ്കിൽ കടബാധ്യത തീർന്നു കിട്ടണോ, അല്ലാഹു എന്റെ കടങ്ങൾ നീ വീട്ടി തരണം. ഇങ്ങനെ ഖൽബിൽ ചിന്തയോട് കൂടിയിട്ട് ഇഖ്ലാസോട് കൂടിയിട്ടാവണം ഈ ദുആ പറയേണ്ടത്. അല്ലാതെ വെറുതെ കണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഇങ്ങനെ അടിച്ചു 13 തവണ ഓതി തീർക്കുക എന്നല്ല. ഖൽബിൽ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും തീർത്തു തരും. അവന്റെ പ്രയാസങ്ങൾ നീക്കിയിട്ട് ആ കാര്യം എത്രയും പെട്ടെന്ന് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന എത്രയോ ആളുകൾ രോഗികളായവരുണ്ട്, എത്രയോ ആളുകൾ കടബാധ്യതരുണ്ട്, എത്രയോ ആളുകൾ അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ദുആ വസിയത്ത് ചെയ്തവർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു സഹോദര തുല്യനായ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അദ്ദേഹം ചെറിയ പ്രായമുള്ള മകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ. അത് കേട്ടപ്പോൾ, ആ മരണ വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു, സാറേ നിങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്, എനിക്ക് വല്ലാത്തൊരു രോഗം പിടിപെട്ട്. ഞാൻ അപ്പോഴാണ് അറിയുന്നത് എന്റെ ബ്ലഡിൽ ചെറിയ ക്യാൻസറിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് വല്ലാത്ത ചികിത്സയിലാണ്. കുറച്ച് നാൾ അദ്ദേഹം കോയമ്പത്തൂരും അതുപോലെ മംഗലാപുരത്തൊക്കെ ചികിത്സയിലായി കഴിഞ്ഞിട്ട് ജംഷീർ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിലല്ല അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത്, മറിച്ചൊരു ആത്മീയമായ ബന്ധം, ഞാൻ പഠിക്കുന്ന സമയത്തുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ് അദ്ദേഹം. ഒരുപാട് പ്രവർത്തനങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ, കണ്ടെത്താ ദൂരം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ബന്ധം നാളെ മഹ്ശറിലും സ്വർഗത്തിലും അല്ലാഹു എത്തിച്ചേരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും കൊണ്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അപ്പൊ ഈ ഖൽബിൽ, നമ്മുടെ ഖൽബിൽ നമ്മുടെ എന്ത് വിഷമമാണെങ്കിലും അത് കരുതിക്കൊണ്ട് നമ്മൾ ദ്വാരക്കാൻ തയ്യാറാകണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം റബ്ബ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു നൽകും. എത്ര മാരക രോഗങ്ങളാണെങ്കിലും ശരി അല്ലാഹു പൂർത്തീകരിച്ചു നൽകും. അതിൽ യാതൊരു തടസ്സവുമില്ല, യാതൊരു സംശയം വേണ്ട, നല്ല നിയ്യത്തോടുകൂടി. ഇനിയോ രണ്ടാമതായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ തന്നെ ഏറ്റവും അവസാനത്തെ ആയത്തുണ്ട് അല്ലേ, നമ്മൾ ആമന റസൂൽ ഓതാറുണ്ട്. ആമന റസൂലിന്റെ രണ്ടാമത്തെ ആയത്ത്, ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ആമന റസൂൽ ഓതുന്നവർക്കൊക്കെ ആയത്തറിയാം ഇല്ലേ? അറിയാത്തവർ ഇൻഷാ അല്ലാഹ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ നമ്മുടെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം ഖുർആനിൽ നോക്കിയോ ഓതുകയൊക്കെ ചെയ്താൽ മതി. 11 തവണ ഈ ആയത്ത് ഓതേണ്ടത്, 11 തവണ ആത്മാർത്ഥമായിട്ട് ഓതുമ്പോൾ എങ്ങനെ ഓതണം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ റബ്ബേ. ഈ വിളി അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്.
റബ്ബന എന്നുള്ള വിളി അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ റബ്ബേ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങൾ പിഴവായിട്ടും മറന്നും ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്. ആ തെറ്റിന്റെ പേരിൽ ഞങ്ങളെ നീ പിടിച്ചു നിർത്തല്ല അല്ലാഹ്. കടബാധ്യത എന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ. റബ്ബേ റിയാ നൽകി, ഖൽബിൽ കിബ്ർ നൽകി, മോശത്തരമായ ചിന്തകൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. റബ്ബേ സിഹറിൽ പെടുത്തല്ല അല്ലാഹ്, കണ്ണേറിൽ പെടുത്തല്ല അല്ലാഹ്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ പെടുത്തല്ല റഹ്മാനെ. അതുപോലെ തന്നെ കടബാധ്യതയും വീടില്ലായ്മയും അതുപോലെ മക്കളില്ലായ്മയും തുടങ്ങി ഞങ്ങൾക്ക് ഖൽബിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രയാസവും നൽകി ഞങ്ങളെ നീ പിടിച്ച് കുടുസിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ പിടിച്ചു നിർത്തല്ല റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും നീ കൊടുക്കല്ല അല്ലാഹ്. ഈ ചിന്തയോട് കൂടിയിട്ട് വേണം ആയത്ത് പറയേണ്ടത്. റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതുഹു അലൽ ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുൻഗാമികളായ കുറെ ആളുകളെ, കുറെ സമൂഹത്തെ അവർ ചെയ്ത തെറ്റു കാരണം നീ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരുടെ മേൽ അങ്ങോട്ട് അദാബ് ഇറക്കിയിട്ടുണ്ട് റബ്ബെ. അതുപോലെ ഞങ്ങളുടെ മേൽ നീ അദാബ് ഇറക്കി പരീക്ഷിക്കല്ല റഹ്മാനെ. ഒരൊറ്റ സെക്കൻഡ് പോലും ഞങ്ങളുടെ മേൽ നീ ഒരു കാര്യവും ഏൽപ്പിച്ചു തരില്ല അല്ലാഹ്. ഞങ്ങൾക്ക് നീ കാര്യം ഏൽപ്പിച്ചു തന്നാൽ ചെയ്യാനുള്ള ത്രാണിയില്ല, കഴിവില്ല. ഞങ്ങൾ ഒന്നിനും കഴിയാത്ത പാപികളാണ്. വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് കഴിയാത്തതിനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരില്ല അല്ലാഹ്. ഞങ്ങൾക്ക് അതിന് കഴിവില്ല. ഒരൊറ്റ സെക്കൻഡ് പോലും നീ നിന്റെ കാര്യം നീ തന്നെ ചെയ്തോ. നിന്റെ പാപങ്ങൾ പൊറുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ പുറത്തോ, ഞങ്ങളെ ഏൽപ്പിച്ചു നൽകല്ലേ അല്ലാഹ്. നിനക്ക് വീടില്ലേ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിക്കോ, അവനെ ഏൽപ്പിച്ചു തരല്ലേ അല്ലാഹ്. അതുപോലെ തന്നെ നിനക്ക് കടബാധ്യതയുണ്ടോ, സ്വന്തമായി തീർക്കാൻ പറ്റുമെങ്കിൽ നീ തീർത്തോ, ഞങ്ങളെ നീ ഏൽപ്പിച്ചു തരല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് രോഗമുണ്ട് റബ്ബേ, നീ നിന്റെ രോഗം സ്വന്തമായിട്ട് ശിഫയാക്കിക്കോ എന്ന് കരുതി ഞങ്ങളെ നീ ഏൽപ്പിച്ചു നൽകല്ല അല്ലാഹ്. ഒരു കാര്യവും ഞങ്ങൾക്ക് കഴിവില്ല. ഇങ്ങനെ ഒരു അടിമ സമ്മതിക്കുകയാണ്, ഇങ്ങനെ അടിമ സമ്മതിക്കുകയാണ്. എന്നിട്ടോ വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ, റബ്ബേ ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ അല്ലാഹ്. എത്ര പാപം ചെയ്തവരാണെങ്കിലും എന്റെ സാധുക്കളായ അടിമകളാണെന്ന് പരിഗണിച്ച് ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ അല്ലാഹ്. വഗ്ഫിർ ലനാ വർഹംനാ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യുകയും ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെടുകയും ചെയ്യണേ റഹ്മാനെ. ഇനിയാണ് പറയുന്നത് അൻത മൗലാന, അൻത മൗലാന. ഞങ്ങൾ എത്ര വലിയ ധിക്കാരികളാണെങ്കിലും, എത്ര സ്ഥാനമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നീ നൽകിയതല്ലാതെ ഒന്നുമില്ല. നീയാണ് ഞങ്ങളുടെ മൗല. മറ്റൊരാളും ഞങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്നവരില്ല. നീ കൊടുത്ത കഴിവുകൊണ്ടല്ലാതെ നിനക്ക് മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അൻസുർനാ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളെ തൊട്ട് അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തുടങ്ങി എന്താണോ ഖൽബിന്റെ മുറാദുകൾ എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് 11 തവണ എല്ലാ നിസ്കാര ശേഷവും ഓതാൻ കഴിയുമെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ജവാബ് അല്ലാഹു ഉടനടി കൊടുക്കുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി, ഉത്തരം അല്ലാഹു എത്രയും പെട്ടെന്ന് നൽകുന്നതാണ്. മഹത്തായ 2 ആയത്തുകൾ മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ പറയുന്നത് നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തു നോക്കലല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു സഹോദരന് ഞാനൊരു ദിക്ർ ഇസ്മ പറഞ്ഞു കൊടുത്തു. വർഷങ്ങളായി നടക്കാതിരുന്ന അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു വിഷയം, ഏറ്റവും പ്രധാനമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിരുന്ന ഒരു വിഷയം കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് സാധിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പ്രശംസ പറഞ്ഞല്ല, മറിച്ച് ആ പറഞ്ഞു കൊടുത്ത ദിക്റിന്റെ പോലിശ മഹാന്മാർ പഠിപ്പിച്ചതിന്റെ പോലിശയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അവരുടെ ജീവിതത്തിൽ കണ്ട അനുഭവം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൽബിൽ നിയത്ത് വേണം, അല്ലാഹുവേ നിന്റെ മഹാന്മാർ പഠിപ്പിച്ചതെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ നീ ഒരുപാട് ഖൈറാത്തുകൾ നൽകണേ അല്ലാഹ്. വിഷമം അനുഭവിക്കുന്നവർക്കുള്ളൊരു പരിഹാര മാർഗമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ഈ 2 ആയത്തുകൾ ഒരിക്കലും നമ്മളുടെ ദുആയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ നിസ്കാര ശേഷവും റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ എന്ന ദുആഇനെ 13 തവണയും റബ്ബന ലാ തുആഖിദ്നാ എന്ന് തുടങ്ങുന്ന ആമന റസൂൽ അവസാനത്തെ ആ ദുആഇനെ 11 തവണയും മുടങ്ങാതെ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചോളി. ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ച് കിട്ടും. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പറഞ്ഞവർക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷമുള്ള ഖൽബ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ജംഷീർ അടക്കം ഒരുപാട് മുഅ്മിനീങ്ങൾ, ഈ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും മരണപ്പെട്ടു പോയവരിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറിലേക്ക് ഞങ്ങൾ ഈ പരിശുദ്ധ മാസത്തിന്റെ പുണ്യമായ ബറക്കത്തുകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വിശുദ്ധ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാഹ്. കടബാധ്യതകൾ തീർത്തു തരണേ അല്ലാഹ്. ഖൈറായ വീട് നൽകണേ റഹ്മാനെ. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, അതുപോലെ വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, ഭർത്താക്കന്മാർ തുടങ്ങി ഞങ്ങൾക്ക് നൽകിയതിലൊക്കെ നീ ബറക്കത്ത് ചെയ്തു തരണം റഹ്മാനെ. എല്ലാ ഇടങ്ങേറുകൾ, ബലാ, മുസീബാത്തുകൾ, ഫിത്ന, ഫസാദുകൾ, റബ്ബേ ആഫത്തുകൾ, കണ്ണേറുകൾ, സിഹറുകൾ, മാരണങ്ങൾ എല്ലാത്തിൽ നിന്നും നീ രക്ഷ നൽകണേ റഹ്മാനെ. ശത്രുക്കളുടെ കെണിവലകളെ തൊട്ട് അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് അവരുടെ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്ർ ദുആ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.